Hello dears, welcome back to Thunder Kitchen Recipes. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഗോവൻ ഡിഷായ ചിക്കൻ കാഫ്രിയൽ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ പോകേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ചിക്കൻ കാഫ്രിയലിന് ഒരു പോർച്ചുഗീസ് ടച്ച് ഉണ്ട്, കാരണം പോർച്ചുഗീസുകാരാണ് ഇത് നമുക്ക് സംഭാവന ചെയ്തിരിക്കുന്നത്. ഗോവൻ ഡിഷസ് മിക്കതും തന്നെ പോർച്ചുഗീസ് ടച്ച് ഉള്ളതാണ്, വളരെ ടേസ്റ്റുമാണ്. അപ്പോൾ താമസിയാതെ നമുക്ക് പ്രോസസ്സിലോട്ട് പോകാം. ചിക്കൻ കാഫ്രിയലിന് ചിക്കനാണ് നമുക്ക് വേണ്ടത്. ചിക്കൻ നമുക്ക് സ്കിന്നോട് കൂടിയും അല്ലാതെയും എടുക്കാം. ഞാനിവിടെ 4 സ്കിൻലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 2 ലെഗ് പീസും 2 തൈസും എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ നന്നായിട്ട് ഡീപ്പായിട്ട് വരഞ്ഞ് എടുക്കണം. ചിക്കൻ നമുക്ക് ആദ്യം ഒരു ചെറിയ മാരിനേഷൻ ഉണ്ട്, അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ചിക്കൻ ഒരു ബൗളിലേക്ക് ഇടാം. തൂക്കം അനുസരിച്ചാണെങ്കിൽ ഇതൊരു 450-500 ഗ്രാം ചിക്കൻ ഉണ്ടാവും. ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർക്കാം. ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കുക. 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞ് ചേർക്കുക. ഒരു മീഡിയം വലിപ്പമുള്ള ചെറുനാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ്റെ തൂക്കം അനുസരിച്ച് നമുക്കിത് കൂട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ നമുക്ക് 1 കിലോ ചിക്കൻ ആണെങ്കിൽ 1 കിലോയ്ക്കുള്ള മസാലകൾ ചേർക്കുക. ഇതിൻ്റെ ഡബിൾ ചേർത്താൽ മതിയാകും. ഇതിന് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും മതിയാകും. നമുക്കിനി കാഫ്രിയൽ മസാല റെഡിയാക്കാം. അതിനു വേണ്ടി 1/2 കപ്പ് അല്ലെങ്കിൽ 1/4 കപ്പോളം കോറിയൻഡർ ലീവ്സ് എടുക്കുക. മല്ലിയില തണ്ടോടുകൂടി കട്ട് ചെയ്തതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തണ്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ഒരു 4-5 ഇല മിൻറ്റ് ലീവ്സും ഞാൻ ചേർക്കുന്നുണ്ട്. അവൈലബിൾ ആണെങ്കിൽ അതും ചേർക്കാം. വളരെ ചെറിയ അളവിൽ ചേർക്കുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് എരിവിനുള്ള പച്ചമുളക് ചേർക്കാം. ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഹോൾ സ്പൈസസ് ആയ പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് ചേർക്കാം. ഞാൻ ഈ 1/2 കിലോ ചിക്കനാണ് ഇതേ അളവിൽ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് ചേർക്കാം. 8-10 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. 1.5 ടീസ്പൂൺ വിനീഗർ ചേർക്കുക. ഏത് വിനീഗർ വേണമെങ്കിലും ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഇത് പേസ്റ്റാക്കി എടുക്കാം. ഇപ്പം ഞാനത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ മസാല. ഇത് നമ്മൾ ചിക്കൻ പീസസിലോട്ട് തേച്ച് പിടിപ്പിക്കണം. 10 മിനിറ്റ് മുമ്പ് നമ്മൾ ലൈറ്റായിട്ട് മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസസ് ആണിത്. ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ റെഡിയാക്കിയ കാഫ്രിയൽ മസാല ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2.5 ടീസ്പൂണാണ് ഞാൻ ആ മസാല എടുത്തിരിക്കുന്നത്. അത് ഈ ചിക്കനുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നന്നായിട്ട് പുരട്ടി കൊടുക്കാം. ബാക്കിയുള്ള മസാല നമുക്ക് അവസാനം വേണ്ടി വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് മാറ്റി വെച്ചിരിക്കുന്നത്. മസാല നല്ലതുപോലെ ചിക്കനിൽ പുരട്ടിയതിന് ശേഷം 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് പൊട്ടാറ്റോ ഫ്രൈ വേണം. അതിനു വേണ്ടി ഞാനൊരു പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. സ്കിന്നോട് കൂടിയാണ് പൊട്ടാറ്റോ ഫ്രൈ ചെയ്യണത്. നമുക്ക് റൗണ്ടായിട്ടും അല്ലെങ്കിൽ വെഡ്ജസ് ആയിട്ടും കട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ അറ്റത്തെ പീസ് എടുത്തിട്ട് വെഡ്ജസ് ആയിട്ട് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെഡ്ജസ് ആയിട്ടും അതുപോലെ സ്ലൈസ് ചെയ്ത് ഫ്രൈ ചെയ്തും എടുക്കാം. മിഡിൽ പീസ് ഞാൻ സ്ലൈസ് ചെയ്യാനാണ് പോകുന്നത്. ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്താൽ
പൊട്ടറ്റോ സ്ലൈസും ആവും, നമുക്ക് വെജസായിട്ടും ഉപയോഗിക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു ലൈറ്റായിട്ടൊന്ന് ഉപ്പും കുരുമുളക് പൊടിയും തൂവി കൊടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഉപ്പും ഒന്നും ഇല്ലാത്തൊരവസ്ഥയായിരിക്കും. ഇതുപോലെ ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. കുരുമുളക് പൊടിയും ഉപ്പും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വളരെ ലൈറ്റായിട്ട് മതി. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ പാനിലേക്ക് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒഴിക്കുക. ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, ഡീപ്പ് ഫ്രൈ അല്ല. അതുകൊണ്ട് കുറച്ച് എണ്ണ ഉപയോഗിച്ചാൽ മതിയാകും. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിലുള്ളതെല്ലാം നമുക്ക് ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം. റൗണ്ട് ഷേപ്പിലുള്ള പൊട്ടാറ്റോ എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. പൊട്ടാറ്റോ വെഡ്ജസും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും ലൈറ്റ് യെല്ലോ കളറാകുമ്പോൾ എടുക്കാവുന്നതാണ്. പൊട്ടാറ്റോ വെഡ്ജസും റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പൊട്ടാറ്റോ 2 തരത്തിലുള്ളതും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഈ സെയിം പാനിലേക്ക് തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്തത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ചിക്കനിൽ നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 3 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ചിക്കൻ്റെ മാംസമൊക്കെ നല്ല സോഫ്റ്റും സ്മൂത്തും ആയിരിക്കും. ഒരു സൈഡ് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് മറിച്ചിടാം. എണ്ണ കുറച്ചുകൂടി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പം ഇങ്ങനെ തന്നെയാണെങ്കിലും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. നമ്മളിത് ശരിക്കും ബേക്ക് ചെയ്തെടുക്കായിരിക്കും കൂടുതലും നല്ലത്. അപ്പോൾ എണ്ണ ഒട്ടും ആവശ്യം വരില്ല. ഇപ്പോൾ നമ്മുടെ ചിക്കൻ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒട്ടും ഇല്ലാത്തത് കൊണ്ടാണ് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന കാഫ്രിയൽ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ജാറിലുള്ള മസാല എല്ലാം ഇതിലേക്ക് ചേർക്കാം. ജാറിൽ പറ്റിയിരിക്കുന്ന മസാല കുറച്ച് വെള്ളത്തിൽ നമുക്ക് അഴിപ്പിച്ച് ഇതിലേക്ക് ചേർക്കാം. മാരിനേറ്റ് ചെയ്ത ബൗളിലെ മസാല കുറച്ച് ബാക്കിയുണ്ട്. അതും നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൽ അഴിപ്പിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. ഏകദേശം 1 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഈ മസാല നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചിക്കനുമായിട്ട് മിക്സ് ചെയ്യാം. ഈ ഗ്രേവിയിൽ കിടന്ന് ഈ ചിക്കൻ നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആകണം. മീഡിയം ഹീറ്റിൽ ഈ ഗ്രേവിയൊക്കെ നല്ലതുപോലെ തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഗ്രേവിയൊക്കെ തിളച്ച് കഴിയുമ്പോഴേക്കും ഇതിൽ പോരാത്ത ഉപ്പും പുളിയൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കവർ ചെയ്ത് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. മസാല എല്ലാം നല്ലതുപോലെ മുരിഞ്ഞതാണ് വേണ്ടതെങ്കിൽ തുറന്ന് വെച്ച് 10 മിനിറ്റ് മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്താൽ മതിയാകും. അപ്പോൾ ഞാൻ 10 മിനിറ്റാണ് മൂടി വെച്ച് വേവിക്കുന്നത്. ഞാൻ കുറച്ച് ഗ്രേവിയോടുകൂടിയാണ് എടുക്കുന്നത്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞിട്ടുണ്ട്. ഈ ഗ്രേവിയൊക്കെ ചിക്കൻ പീസസിലോട്ട് കുറച്ച് നമുക്ക് സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കാം. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ കാഫ്രിയലാണിത്. ഗ്രേവിയോട് കൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ ഒരു 10 മിനിറ്റും കൂടി തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്താൽ ഗ്രേവിയൊക്കെ നല്ലതുപോലെ പൊതിയുന്ന രൂപത്തിലായി കിട്ടും. അപ്പം ഞാനത് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് സെറ്റ് ചെയ്യുകയാണ്. ചിക്കൻ കാഫ്രിയൽ പ്രസൻറ്റേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിത് പ്ലേറ്റിൽ ചിക്കൻ പീസസ് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത പൊട്ടാറ്റോസ് വെച്ച് കൊടുക്കാം. ഇനി പൊട്ടാറ്റോ വെഡ്ജസ് നമുക്ക് മറ്റേ സൈഡിൽ വെച്ച് കൊടുക്കാം. ഇനി ഈ ചിക്കൻ്റെ പുറത്തേക്ക് നമുക്ക് ഗ്രേവി ഒഴിച്ചു കൊടുക്കാം.
ഗ്രേവി എല്ലാം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു ഡെക്കറേഷൻ്റെ ആവശ്യമുണ്ട്. അത് നമുക്കിഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ റെഡ് ചില്ലി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ സ്ലൈസ് ചെയ്ത ലെമണും വെച്ച് കൊടുക്കാം. ഓരോരുത്തരുടെ ഭാവന അനുസരിച്ച് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഡിഷ് ഏതാണെങ്കിലും നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതി ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക. ചെറുതായി ചോപ്പ് ചെയ്ത കോറിയാണ്ടർ ലീവ്സും ഒന്ന് നമുക്ക് സ്പ്രിങ്കിൾ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മിൻറ്റ് ലീവ്സും ഒക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊരു മീലായിട്ട് ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ നാനിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ ചിക്കൻ കാഫ്രിയൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.